ശ്രീകൃഷ്ണൻ ബാലരൂപത്തിലെ മഹാശക്തി എന്നൊരു സങ്കല്പമുണ്ട്. നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തിപൂർവം ആരാധിക്കാൻ പോകുന്നവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഉണ്ണിക്കണ്ണനെയാണ്. ശ്രീകൃഷ്ണ ഭക്തിയുടെ ഏറ്റവും കാതലായ ഭാവം ഉണ്ണികൃഷ്ണൻ എന്ന സങ്കല്പമാണ്. ഭാഗവതം കഥകളിൽ ഗോകുലബാലനാകുന്ന ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിലുള്ള ലീലാവിലാസങ്ങളാണ് ഏറ്റവും കൂടുതൽ വർണ്ണിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ആനന്ദഭരിതം കേട്ടുകൊണ്ടിരിക്കുന്നതും ഈ സപ്താഹയജ്ഞങ്ങളിൽ ഉണ്ണികൃഷ്ണ ലീലകളാണ്. അതെന്താണ് അതിന് കാരണം? കൃഷ്ണൻ വളർന്നു വലുതായി യുവാവാകുന്നു, വൃന്ദാവനത്തിൽ വസിക്കുന്നു, അതിനുശേഷം രാജധാനിയിലെത്തുന്നു, രാജകുമാരനാകുന്നു, പാണ്ഡവരുടെ ചങ്ങാതിയാകുന്നു, ദ്വാരകയുടെ നാഥനായിത്തീരുന്നു. ഏതെല്ലാം ഭാവങ്ങളിലൂടെയാണ് ഭഗവാൻ കടന്നു പോകുന്നത്? കുരുക്ഷേത്ര യുദ്ധത്തിൽ ഗീതോപദേശം നൽകുന്ന മഹാപണ്ഡിതനായിത്തീരുന്നു. പക്ഷേ ഭക്തന്മാരുടെ മനസ്സിൽ സർവദാ വിളങ്ങുന്നത് ഉണ്ണികൃഷ്ണനാണ്. അതിൻ്റെ ഒരു ഘടകം, ബാലഭാവത്തിന് അസാധാരണമായ ഒരു വശ്യശക്തിയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത്ഭുതകരമായ ഒരു വശ്യശക്തി, ഒരു ഈശ്വരഭാവം പണ്ടേ ഉണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാനാവാത്ത കിടങ്ങളെ ദീർഘദർശനം നൽകും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് മഹാകവി പാടിയത് അതുകൊണ്ടാണ്. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഭഗവത് സ്വഭാവം അതുപോലെയാണ്. ഇനി ശ്രീകൃഷ്ണന്റെ മുകുന്ദഭാവത്തിൽ തന്നെ മഹാപ്രളയ പയോധിയിൽ, മഹാപ്രളയ സമുദ്രത്തിൽ ആലിലയിൽ തൻ്റെ ഒരു കാൽ ഉയർത്തി തള്ളവിരൽ വായിൽ വച്ചുകൊണ്ട് ശയിക്കുന്ന ഉണ്ണികൃഷ്ണനെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ നാഥനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം എന്നാണ് അതിൽ പറയുന്നത്. വടേശപത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലമുകുന്ദൻ. അപ്പം ഈ ഉണ്ണികൃഷ്ണന്റെ ഭക്തിയുടെ ഒരു വശം ഇതാണെങ്കിൽ, മറ്റൊന്ന് ചോദിക്കുന്നതെല്ലാം തരുന്നതാണ് കുഞ്ഞുങ്ങൾ. നിങ്ങളൊരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം ഇരിക്കുന്ന കണ്ട് അത് തരാമോ എന്ന് ചോദിച്ചാൽ 90% കുട്ടികളും അത് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പോലും ഭൂരിഭാഗം കുഞ്ഞുങ്ങളും ചോദിച്ചാൽ ഉടനെ തരും. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചെന്നിരിക്കും, പക്ഷെ അത് നമ്മൾ കൈനീട്ടിയാൽ തരും. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇടത്തരം സുഹൃത്തിനെ കണ്ട മൊബൈൽ ഇങ്ങ് തരാമോ എന്ന് ചോദിച്ചാൽ തരുമോ? അപ്പം വലുതായവരുടെ ഉള്ളിൽ ഞാനെന്ന ബോധം വളരും, ഞാനെന്ന ഈഗോ ഉണ്ടാകും. കൊച്ചുകുട്ടികൾ നിഷ്കളങ്കരാണ്. ഈശ്വരന് വലുതായാലും ചെറുതായാലും ഈ ഭാവങ്ങളൊന്നുമില്ല എന്നുള്ളത് തത്വശാസ്ത്രപരമായ ഒരു പരമാർത്ഥമാണ്. എങ്കിലും ബാലഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവതകൾ കൂടുതൽ അഭീഷ്ടസിദ്ധി നൽകുന്നു എന്നൊരു വിശ്വാസം മനുഷ്യർക്കിടയിലുണ്ട്. ബാലസുബ്രഹ്മണ്യൻ, അതുപോലെ ബാലഗണപതി, ഉണ്ണികൃഷ്ണൻ, ഇവരെല്ലാം അതേ തരത്തിൽ ആരാധിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അതാണ് അതിനെ സംബന്ധിച്ച ഒരു വസ്തുത.